കൊച്ചിയിൽ ബിനിലുണ്ട്. ബിനിൽ, കൊച്ചിയിലെ ഒരു അവസ്ഥ ഇപ്പോൾ എന്താണ്? ജയലക്ഷ്മി, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയാണ് എറണാകുളം ജില്ലയുടെ എല്ലാ മേഖലകളിലും, അതായത് മലയോര മേഖല മുതൽ തീരദേശത്ത് വരെ ഒരേ രീതിയിൽ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മഴയ്ക്ക് യാതൊരുവിധ ശമനവുമില്ല. അല്പം മുമ്പാണ് ഒരല്പം ഈ മഴയിൽ കുറവ് സംഭവിച്ചതെന്ന് പറയാം. ഇപ്പോൾ നമുക്ക് കാണാവുന്നത് പെരിയാറാണ്. ഈ പെരിയാറിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ വെള്ളം കടലിലേക്ക് ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാം. അതായത് ഈ കിഴക്കൻ മലയോര മേഖലയിലെ ശക്തമായ മഴയാണ് ഈ ഇത്തരത്തിൽ വെള്ളം ഒഴുകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. നമുക്ക് ഇതൊരു മലവെള്ളപ്പാച്ചിൽ തന്നെയാണ്. കാരണം അവിടെ നിന്നുള്ള കുത്തി ഒലിച്ചു വരുന്ന, ഇളകി മറിഞ്ഞു വരുന്ന വെള്ളം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ശക്തമായ മഴ തന്നെയാണ് ഉണ്ടത്. ഒരു ആശ്വാസമായിട്ടുള്ളത് നേരത്തെയുള്ള സമയങ്ങളിൽ ഉണ്ടായിരുന്നത് വീശിയടിക്കുന്ന കാറ്റായിരുന്നു. ആ വീശിയടിച്ച കാറ്റിലാണ് ഈ എറണാകുളത്ത് ഒരുപാട് മരങ്ങൾ കടപുഴകി വീഴുകയും വലിയ നാശനഷ്ടങ്ങളൊക്കെ തന്നെ സംഭവിക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ ഇപ്പോൾ വരെയുള്ള മഴയിൽ അത്ര ശക്തമായ കാറ്റില്ല. അതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വലിയ വീശിയടിക്കുന്ന കാറ്റും കൂടി ഇതോടൊപ്പം വന്നിരുന്നാൽ വലിയ നാശനഷ്ടത്തിലേക്ക് പോകും. എന്തായാലും മലയോര മേഖലകളിലടക്കം ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പെരിയാറിലും മൂവാറ്റുപുഴയാറിലും ഒക്കെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തീരത്ത് താമസിക്കുന്നവരോടെല്ലാം ജാഗ്രത പുലർത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മഴ ശക്തമായി തുടരുകയാണ്. വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ കനത്ത മഴയുണ്ടായിക്കഴിഞ്ഞാൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൊച്ചിയുടെ തീരത്ത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് വലിയ രീതിയിൽ ഈ കടൽക്ഷോഭം ഉണ്ടാകുന്നു എന്നതാണ്. ചെല്ലാനത്ത് ടെട്രാപോഡ് ഇട്ട് അവിടെ കടൽക്ഷോഭത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് മറ്റ് ഭാഗങ്ങളിലേക്ക്, കണ്ണമാലി, ഞാറക്കൽ മേഖലകളിൽ ആ സമയത്ത് ഇത്തരത്തിലുള്ള കടൽക്ഷോഭം ശക്തമാകുകയും വീടുകളിലേക്ക് വെള്ളം വലിയ രീതിയിൽ കയറുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതേ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോഴത്തെ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ വരും മണിക്കൂറുകളിൽ വെള്ളത്തിലാകാനുള്ള സാധ്യതയും മുന്നിൽ കാണേണ്ടി വരും.